ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഇതിൽ ഇന്നത്തെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആട്ടാ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മൊത്തത്തിൽ കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോ കേട്ടോ ഇത്. വെക്കേഷന് പോയപ്പോഴുള്ള അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് അത്ര നന്നായിട്ടൊന്നും അങ്ങനത്തെ ട്രാവൽ വ്ളോഗ്സ് ഒന്നും ചെയ്യാനൊന്നും അറിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കണം കണ്ടു കഴിഞ്ഞാൽ നിൽക്കും കൂടി ബോറടിക്കുള്ളൂ. പിന്നെ മാത്രമല്ല, നന്നായിട്ട് വ്ളോഗ്സ്, അങ്ങനത്തെ ട്രാവൽ വ്ളോഗ്സൊക്കെ ആ പ്ലേസൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരുപാട് വ്ളോഗ്സ് നമുക്ക് അവൈലബിൾ ആണല്ലോ യൂട്യൂബിലൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ അതിട്ട് വെറുപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും എടുക്കാനൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണെങ്കിൽ അന്നേരമൊക്കെ എല്ലാം ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നെ കുറച്ചൊക്കെ അവിടെ ഇവിടെയെല്ലാം എടുത്തിട്ടുണ്ടായി. അതിനെല്ലാം ഞാൻ എന്താ പറയുക, യൂട്യൂബിൽ ഷോർട്സ് ഇല്ലേ, ഷോർട്സ് ആയിട്ടൊക്കെ ഒന്ന് രണ്ടെണ്ണം അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആ കാര്യം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ, ഇസ്താംബൂളിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായ ഈ എന്താ പറയുക, ഡ്രൈ ഫ്ലവറില്ലേ, അതാട്ടാ ഇത്. നിങ്ങൾ കണ്ടിട്ടില്ലേ മുമ്പത്തെല്ലാം വീഡിയോയിൽ ഞാനിങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എനിക്കിങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ ഇതെന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ അല്ല, ഡ്രൈഡ് ഫ്ലവേഴ്സ്. ഇവിടെ ഞാൻ സാധാരണയായിട്ട് നമ്മുടെ ഈ ഗിഫ്റ്റ് ഷോപ്പുകളും പിന്നെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പില്ലേ, അവിടെയൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഭയങ്കര വിലയാണ് ഇതിനിവിടെ. ഭയങ്കര വില എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടില്ലേ, ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളങ്ങനെ വാങ്ങിക്കാൻ നിൽക്കില്ലല്ലോ, ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. പക്ഷേ ഇത് നല്ല വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് 3 സെറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ബ്ലൂവും പിങ്കും പിന്നെ ഈ ഒരു മഞ്ഞ പോലത്തെ ഒരു കളറില്ലേ, ഒരു ക്രീം കളർ പോലെ ഇരിക്കണേ, അതും കൂടെ ഇട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന് അങ്ങനെ മിക്സ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുത്തതാട്ടോ. ഇതിനൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു അവിടെ. പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ ഇങ്ങനെ ഇസ്താംബൂളിൽ ഇതിനൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഉള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് നമ്മളിവിടെ സിംഗപ്പൂർ ഡോളർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് ലാഭമായിരുന്നു കേട്ടോ ഇത് വാങ്ങിച്ചത്. ഇത് മാത്രമൊന്നുമല്ല, എല്ലാ സാധനങ്ങളും അവിടെ പ്രൈസ് ഇവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ഉള്ള ഒരു ഡൈനിങ് ടേബിൾ അല്ല കേട്ടോ. അത് കണ്ട ഒരു പഴയതായിട്ടൊക്കെ തോന്നും. അതുപോലെ അതിൻ്റെ ചെയറിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു വുഡൻ കളറും വുഡിൻ്റെ കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറും മിക്സ് ആയിട്ടല്ലേ വന്നിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു ലുക്ക് അങ്ങനെയാട്ടോ. അങ്ങനെ വാങ്ങിച്ചപ്പോഴേ അത് അങ്ങനത്തെ ഒരു മോഡലായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന് അത് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ആ ഒരു മുകളിലത്തെ സർഫസൊക്കെ എങ്കിലും ഒരു കുറച്ചൊരു റഫ് ലുക്കിലൊക്കെ ഉള്ളത്. അത് ഞാനിതിൽ സൂം ചെയ്ത് കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രൈ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ പറയുക, കോഫി ടീയൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് റീഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോണതിന് മുന്നേ ആയിട്ട് എൻ്റെ കോഫീൻ്റെ ആ ഒരു ബോട്ടിലും കണ്ടെയ്നറും ഷുഗറിൻ്റെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ കഴുകി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തിരിച്ച് വന്നതിന് ശേഷം എൻ്റെ കയ്യിലൊരു സെറ്റും കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബ്രൗൺ ഷുഗറാട്ടോ എപ്പോഴും വാങ്ങിക്കൽ. പിന്നില്ലേ, എനിക്ക് സംസാരിക്കുമ്പം ട്രാവലെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കോൾഡൊക്കെ പിടിച്ചിട്ട് കുറച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. പിന്നെ ചായപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോണ സമയത്ത് അപ്പോൾ അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ തന്നെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ബാക്കി രണ്ടും മാറ്റിയ സ്ഥിതിക്ക് ഇതും കൂടിയിട്ടൊന്ന് മാറ്റാം കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കുക കേട്ടോ. ചായപ്പൊടിയും കൂടിയിട്ട് ഞാൻ സാധാരണയായിട്ട് താജ്മഹലിൻ്റെയും പിന്നെ റെഡ് ലേബലെല്ലാം വാങ്ങിക്കലുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിച്ചത് ചുമ്മാ വെറുതെ ഒന്ന് വാങ്ങിച്ച് നോക്കിയതായിരുന്നു, 3 റോസസിൻ്റെ കേട്ടോ. പക്ഷെ കുഴപ്പമില്ല. എന്നാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് താജ്മഹലിൻ്റെ തന്നെയായിരുന്നു കേട്ടോ.
പിന്നെ ഈ ഒരു ടീയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു ബോക്സുമിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു, തീർന്നതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലേവർ ടീ ഇവിടെ കൂടുതലും എൻ്റെ ഹസ്ബൻഡാട്ടോ കുടിക്കൽ. മറ്റേ നമ്മുടെ സാധാരണ ചായക്കാളും ആൾക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഫ്ലേവർ. ഞാനും കുടിക്കലൊക്കെ ഉണ്ട്, എന്നാലും എൻ്റെ ഹസ്ബൻഡ് ഇത് കൂടുതലും കുടിക്കലിട്ടാ. ഈ വർക്ക് ഫ്രം ഹോമൊക്കെ ആവുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അത് ഇങ്ങനത്തെ ടീസ് ആൾ കുടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തീർന്ന ഫ്ലേവേഴ്സൊക്കെ ഞാനൊന്ന് വീണ്ടും ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ബോക്സിലേക്ക്. പിന്നെ ഈ 2 പാക്കറ്റ് ഞാനിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഇതിലൊരെണ്ണം ആ റോസിൻ്റെത് ഞാൻ എടുത്തിട്ട് വന്നതാട്ടോ, ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. എനിക്ക് ഈ റോസ് ഫ്ലേവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇഷ്ടമാട്ടോ, നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായതാണ്. മറ്റേ ആ ഒരു മിക്സഡ് ആയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം കാണുമായിരുന്നു ഇങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ അത് ആൾക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അതും ഇതുപോലെയുള്ള ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സ് ഇല്ലേ, അതിലിട്ടിട്ടാണ് ഞാൻ സൂക്ഷിച്ച് വെക്കൽ. അപ്പോൾ അതും കൂടി ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇത് ഞാൻ ആദ്യമൊക്കെ എന്തൊക്കെയോ തടി പോലെയൊക്കെ എല്ലാം കിടക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പൂക്കളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ ഫ്ലവേഴ്സും അങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സഡ് ആയിട്ടാണെന്നാണല്ലോ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ, പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ കാണുന്ന കാരണം ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതാട്ടോ. അതായത് ഇങ്ങനെയുള്ള പൂവൊക്കെ. പിന്നെ അതാ ഈ ഉള്ളിയൊക്കെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഈ ഒരു ഞാൻ എപ്പോഴും ക്ലീനിങ്ങിന് യൂസ് ചെയ്യണ ഈ ഒരു ഓൾ പർപ്പസ് ക്ലീനർ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക കേട്ടോ. ഇത് എന്താ അറിയോ, ഞാൻ പോയാൽ അതിനകത്ത് ഉള്ളി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലെന്തോ അതങ്ങോട്ട് ചീഞ്ഞിട്ട് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. ഈ ഞാൻ പൊതുവേ ഇതിലിങ്ങനെ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ടാട്ടാ ഉള്ളിയൊക്കെ. അത് കാരണം അങ്ങനെ ഇതുമ്മലേക്ക് ആയിട്ടില്ല, ടിഷ്യൂയിൽ അങ്ങനെ അബ്സോർബായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ എന്നാലും ആകെ ഒരു പൊട്ട സ്മെല്ലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഈ ഒരു ഉള്ളിയൊക്കെ വെക്കുന്ന ഈ ഒരു ബാസ്ക്കറ്റും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തൊന്ന്, നല്ല വെയിലുണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഉച്ചക്കിലേക്കുള്ള ലഞ്ച് ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ ലഞ്ചിന് ചോറിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ഫ്രൈയും രസവും പിന്നെ ക്യാബേജും ക്യാരറ്റും കൊണ്ടിട്ടുള്ള ഒരു ഉപ്പേരി, തോരൻ എന്നെല്ലാം പറയില്ലേ, അതും കൂടെ ആയിട്ടാ ഉണ്ടാക്കാൻ ആയിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാബേജ് ഞാനിപ്പോൾ മൊത്തത്തിൽ എടുക്കണില്ല, ഇത് ഇതിൻ്റെ പകുതി എടുത്താൽ തന്നെ ഇത് ബാക്കി വരും കേട്ടോ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് വലിയൊരു ക്യാരറ്റായിരുന്നു, അപ്പോൾ അതിൻ്റെയും പകുതി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുക്കണുള്ളൂ. എനിക്കങ്ങനെ ഈ ഒരു ക്യാബേജ് അത്ര ഇഷ്ടമുള്ളൊരു വെജിറ്റബിളൊന്നും അല്ല കേട്ടോ. പിന്നെ വാങ്ങിക്കുമ്പോൾ ഞാൻ അതിങ്ങനെ തനിയയില്ലേ ക്യാബേജ് മാത്രമായിട്ടൊക്കെ വെക്കില്ലേ, അത് തീരെ വെക്കലില്ല കേട്ടോ. ഈ ക്യാരറ്റും കൂടി ഇട്ടിട്ടാണെങ്കിലുള്ളൂ മിക്കപ്പോഴും വെക്കലുള്ളൂ. എന്നാലും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ക്യാബേജ് എന്തോ എനിക്ക് പണ്ടൊട്ടേ ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളായിരുന്നു. പിന്നെ വാങ്ങിച്ച സ്ഥിതിക്ക് അതിനിപ്പം നാശാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണതാട്ടാ ഈ ഒരു തോരനൊക്കെ. അപ്പോൾ അതെല്ലാം നന്നാക്കി എടുത്തതിന് ശേഷം ഈ ഒരു ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് പെട്ടെന്നൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ
ഒരു ചോപ്പർ ഭയങ്കര യൂസ്ഫുൾ ആട്ടാ. നമുക്ക് പെട്ടെന്നെല്ലാം നമ്മൾ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ പുള്ളി ചെയ്യുന്ന ഒരു ഇതില്ലേ, ഒരു മാനുവലി ചെയ്യുന്ന ഒരു ചോപ്പർ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ഇലക്ട്രിക് ചോപ്പർ. ഇത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. പിന്നെ നമ്മുടെ മിക്സിയുടെ എല്ലാം കൂട്ടത്തിൽ വരുന്ന അതും ഉണ്ടല്ലോ, ചോപ്പ് ചെയ്യുന്നൊരു ഇത് വരുമല്ലോ. പക്ഷെ അതിലൊക്കെ നമ്മൾ കുറച്ചധികം ഉണ്ടെങ്കിൽ നമുക്കത് ആവശ്യമുള്ളൂ, അത്രയും വലിയൊരു ജാറൊക്കെ. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വീട്ടിലെടുക്കുന്ന ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ പാകത്തിലുള്ള ഒരു ചോപ്പറാട്ടാ ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള സാധനമാണ്. ഇതിപ്പോൾ ഒരു 4 വർഷത്തിൽ കൂടുതലായിട്ട് എങ്ങനെ നോക്കിയാലും ഈ ഒരു ചോപ്പർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് തോരന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇനി രസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും കുരുമുളകും പിന്നെ ജീരകവും കൂടിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതും ഇതുപോലെ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. സാധാരണയായിട്ട് ചിലപ്പോഴെല്ലാം ഞാൻ മറ്റേ ഇടികല്ലില്ലേ അതിൽ വെച്ചിട്ടെല്ലാം ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ രസത്തിലേക്ക് വേണ്ടുന്ന കൂട്ടെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചിക്കനിലേക്ക് വേണ്ടുന്ന ആ ഒരു ജിഞ്ചർ ഗാർലിക് അതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുഞ്ഞുള്ളി അതുപോലെ കുരുമുളക് പിന്നെ പെരുംജീരകം ഇല്ലേ, വലിയ ജീരകം, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ വേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വേണ്ട കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ ആട്ടാ ചെയ്യൽ. മുമ്പത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടില്ല, ആദ്യം എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യുന്ന സൈഡിലേക്ക് പോയിട്ട് ഒരുമിച്ച് തന്നെ എല്ലാം കൂടിയിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്തെടുക്കും. അങ്ങനെ ആട്ടാ ചെയ്യൽ. ചിക്കനും കൂടിയിട്ട് ഒന്ന് എന്താ പറയുക മസാലയൊക്കെ തേച്ചൊന്ന് വെക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ചേ ചേർക്കുള്ളൂ കേട്ടോ. മുമ്പൊന്നും ചേർത്തിരുന്നില്ല. പിന്നെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് ഒന്ന് ചേർത്ത് വെക്കൂ നല്ല ഫ്ലേവറാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ ചേർത്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടാ. അതിനുശേഷം പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ ചേർക്കലുണ്ട് കേട്ടോ മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് ഗരം മസാലയും ഉപ്പും പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് കുറച്ച് വിനീഗറും കൂടി ചേർത്തിട്ട് ആ ഒരു മസാല ഉണ്ടാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് ഒന്ന് മസാല എല്ലാം തേച്ചിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി നേരമൊന്നും വെക്കലൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് മസാല എല്ലാം തേച്ചതിന് ശേഷം എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. അതിനുശേഷം ബാക്കിയുള്ള നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ അതെല്ലാം കുക്ക് ചെയ്യാനായിട്ട് പോകും കേട്ടോ. അതെല്ലാം കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും അടുത്തതായിട്ട് ഈ ചിക്കൻ അങ്ങ് എടുത്തിട്ട് ഫ്രൈ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. അത് ചിലപ്പോൾ 1 മണിക്കൂർ ചിലപ്പോൾ 3/4 മണിക്കൂർ അങ്ങനെയെല്ലാം വരും കേട്ടോ. അതായത് ഞാനിപ്പോൾ അത് കുക്ക് ചെയ്യാൻ പോകുന്നതിനിടയ്ക്ക് വേറെയൊക്കെ പണിയൊക്കെ ചെയ്യാനൊക്കെ പോകുമല്ലോ, വേറെ ഓരോ കാര്യങ്ങൾക്കൊക്കെ. അപ്പോഴൊക്കെ ആ സമയം അല്ലാതെ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഏറ്റവും അവസാനം ചിക്കൻ എടുത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ കേട്ടോ ഞാൻ സാധാരണയായിട്ട് ചെയ്യൽ. ഇപ്പോൾ ഇതാ ഇനി ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. പാനിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം തോരനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം, മുമ്പ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എനിക്കതിൻ്റെ ഇടയിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് തോരനല്ല കേട്ടോ, അത് വേറെന്തോ സാധനമായിരുന്നു. എന്തായത് കുറേ നാൾ മുമ്പുള്ളൊരു വീഡിയോയിൽ കേട്ടോ. ഇതൊക്കെ എന്തോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു അത്. സിമ്പിളായിട്ടുള്ള എന്തോ ഒരു റെസിപ്പി നമ്മുടെ എല്ലാം വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അതായിരുന്നു. അപ്പോൾ അതിലെനിക്കൊരു കമൻറ്റ് വളരെ റൂഡായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊന്നും ഉണ്ടാക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല, വേറെ ജോലിയൊന്നുമില്ലേ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കമൻറ്റ് കേട്ടോ. ഞാൻ ആ കമൻറ്റ് ഡിലീറ്റാക്കി. വേറെ ജോലിയൊന്നുമില്ല, ഇതൊക്കെ ആർക്കാണ് അറിയാത്ത കാര്യം,
ഇതൊക്കെ ഉണ്ടാക്കാൻ ഇതൊക്കെ യൂട്യൂബിൽ വന്നിട്ട് എന്തിനാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ പറയുന്ന എല്ലാ ഒപ്പീനിയൻസും ഞാൻ കേൾക്കാറുണ്ട്, അതനുസരിച്ചിട്ടൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താറുമുണ്ട്, എല്ലാം ചെയ്യലുണ്ട് കേട്ടോ. മുമ്പ് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. ഇത് പക്ഷേ അങ്ങനെ ഒരു കമൻ്റ് ആയിരുന്നില്ല, ഇത് എന്നെ കളിയാക്കിക്കൊണ്ട് തന്നെയുള്ളൊരു കമൻറ്റും അതുപോലെ തന്നെ പർപ്പസ്ഫുള്ളി ഹർട്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞ കമൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ ഞാൻ തോരൻ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രസം ഉണ്ടാക്കാനുള്ള ഒരു പാനും കൂടിയിട്ട് അന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയാട്ടാ ഉണ്ടാക്കണത്. അപ്പോൾ കമൻറ്റിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ ആ ഒരു കമൻറ്റ് അങ്ങനെ എന്തിനാ വന്നിട്ട് അങ്ങനെ യൂട്യൂബിലൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എന്താ അറിയോ, ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യണമല്ല, എനിക്കറിയാലോ എല്ലാവരും വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന തന്നെയാണ്. പിന്നെ അതല്ലെങ്കിൽ വല്ല സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, ഞാനധികം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത്രയും വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അങ്ങനെ വന്ന് പറയാറുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാം ഞാനിങ്ങനെ കാണിച്ച് ഇപ്പം ഇതുപോലെ തന്നെ കാണിച്ച് പോക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അങ്ങനെ ചെയ്യലുള്ളൂ. പക്ഷെ കാണിക്കണം എന്താ വെച്ചാൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ ചെയ്യണത്. അപ്പോൾ അതിലേക്ക് നമ്മളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമ്മളൊരു ദിവസം ചെയ്യണ കാര്യമാണല്ലോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മളതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനതൊക്കെ കാണിക്കുന്നത്, അല്ലാണ്ട് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് വെച്ചിട്ട് കാണിക്കണമെന്നല്ല, തോരനൊന്നും ഉണ്ടാക്കാൻ പഠിപ്പിക്കണമെന്നല്ല. അതൊക്കെ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്ന കാര്യമാണെന്നൊക്കെ എനിക്കറിയാം. വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ അതും കൂടി കാണിക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇറിറ്റേഷൻ ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. പിന്നെ അത് രസം ഉണ്ടാക്കാനായിട്ട് ചതച്ച് വെച്ചിട്ടുള്ള എല്ലാം മിക്സ് ചെയ്ത് അതൊക്കെ മൂത്ത് വന്നപ്പോഴേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായി. പിന്നെ അതിലേക്ക് ഇതിപ്പോൾ ഇല്ലേ, ഞാൻ രസം സാധാരണ എപ്പോഴൊന്നും ഉണ്ടാക്കുന്ന ഒരു ഫുഡൊന്നും അല്ല, ഒരു കറിയൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് രസത്തിൻ്റെ പൗഡർ, ഞാൻ റെഡിമെയ്ഡ് രസത്തിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കില്ല. അതെനിക്ക് കൂടുതൽ ടേസ്റ്റ്. ഞാനായിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കണം അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ രസം പൗഡർ ഫ്രിഡ്ജിൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കാൻ നിന്നത് രസമെന്ന്. പക്ഷേ ഉണ്ടായില്ല കേട്ടോ, രസത്തിൻ്റെ പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത കാര്യം തന്നെ ചെയ്യേണ്ടി വന്നു. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ സെപ്പറേറ്റ് ചേർത്ത് ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ഒരിടത്തൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത്, പക്ഷേ ഞാൻ എത്ര അതങ്ങനെ ചേർത്താലും എനിക്ക് ആ രസത്തിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മൾ രസം പൗഡർ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റും തമ്മിൽ നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ സെപ്പറേറ്റ് മസാല ചേർത്ത് ഉണ്ടാക്കാൻ നിൽക്കലില്ല. രസത്തിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ട് അങ്ങനെ വല്ലപ്പോഴും രസം ഉണ്ടാക്കലേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഈ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല കേട്ടോ, ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാൻ വേറൊന്നുമില്ല, ഉച്ചയ്ക്കലത്തെ കാര്യം റെഡിയാവും. പിന്നെ ഇപ്പോൾ ഈ ഒരു അരിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഈ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അരി ഒന്ന് നിറച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം ഈ ഒരു കണ്ടെയ്നർ കാണിച്ചിട്ടുള്ളതാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള. ഇത് സാധാരണയായിട്ട് 5 കിലോൻ്റെ 10 കിലോൻ്റെ കണ്ടെയ്നേഴ്സ് അങ്ങനെ വരലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 5 കിലോൻ്റെ വാങ്ങിക്കൽ. കാര്യം ഞാനിവിടെ വാങ്ങിക്കണ ഒരു അരിയില്ലേ, അതിൻ്റെ ഒരു പാക്കറ്റ് 5 കിലോ ആട്ടാ വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു 5 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് വെക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായിട്ടാ വാങ്ങിക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ച് വെക്കുകയാണ്. ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. പിന്നെ എപ്പോഴും പറയണ പോലെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബൈ.